بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ്. ആ ആയത്തിന്റെ അവസാന ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയതഹിറക്കും തത്ഹീറ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാനും അഹ്ലൽ ബൈത്തിനെ ശരിയായി ശുദ്ധീകരിക്കാനും ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിന്റെ ശരിയായ അർത്ഥം അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗസൂമിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗസൂമ് എന്നുള്ള ആ ഒരു വിഷയത്തിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പാപം ചെയ്യാത്തവനാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചത്. അതിനെതിരായിട്ട് വരുന്ന അറിവുകൾ, ചിന്തകൾ, അതേപോലെ ലോജിക്കുകൾ, തത്വ അനുമാനങ്ങളൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. അതേസമയം ഉമ്മത്തിന്റെ പാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു ചേരുന്നുണ്ട്. കാരണം അവരോട് ബന്ധപ്പെട്ട് ജീവിക്കാനും അവരെ ശുദ്ധീകരിക്കാനുമുള്ള അവരുടെ നേതാവാണ് അതിന്റെ പേരിൽ. അതുകൊണ്ടാണ് അല്ലാഹു തആല താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ജനതയുടെ പാപങ്ങൾ പൊറുക്കാൻ ആ രീതി അർത്ഥമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല ജനങ്ങളെ പാപം പുറത്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ വേണം അത് മനസ്സിലാക്കാൻ. അതേപോലത്തെ ഒരു വിഷയമാണ് ഈ ആയത്തിലും ചർച്ച ചെയ്യുന്നത്. ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്, യുരീദു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കലാണല്ലോ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? അഹ്ലു ബൈത്തിലെ മാലിന്യം ഇല്ലാതാക്കാൻ, നീക്കിക്കളയാൻ. ഇത് മനുഷ്യന്മാരെല്ലാം അല്ലാഹു തആല അവരോട് കൽപ്പിക്കപ്പെട്ടതാണ് സ്വന്തം നഫ്സ് ശുദ്ധീകരിക്കാൻ. കാരണം അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങളാണ് മതം മൊത്തം ചർച്ച ചെയ്യുന്നത്. എന്നാൽ അഹ്ലു ബൈത്തിന്റെ ഒരു കാര്യം അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആയത്തിൽ അല്ലാഹു തആല അവിടെ പറയുന്ന യുരീദു ഉദ്ദേശിക്കുന്നു എന്നാണ്. അല്ലാതെ അഹ്ലു ബൈത്തിന് അങ്ങനെ ചെയ്തു കൊടുത്തു എന്നർത്ഥമല്ല, ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കാണ്. അപ്പൊ ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അഹ്ലു ബൈത്തായി അറിയപ്പെട്ട ആളുകളിൽ മാലിന്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ മാലിന്യം നീക്കിക്കളയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഒരു കാലഘട്ടം അവർക്ക് മാലിന്യം ഉള്ളൊരു കാലഘട്ടമുണ്ട്, പിന്നെ നീക്കം ചെയ്തതിനു ശേഷം മാലിന്യം ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട് ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്. എന്നാൽ അതിനുശേഷം പിന്നീടും അഹ്ലു ബൈത്ത് മുന്നോട്ട് പോകുന്നുണ്ട് പരമ്പരയിലൂടെ ആയിക്കൊണ്ട്. ഷിയാക്കൾ ഇമാമിയങ്ങളായി പറയുന്ന 12 ആളുകൾ സുന്നികളെയും ഇമാമിയങ്ങളാണ്. അവർക്ക് അതിൽ തർക്കമൊന്നുമില്ല, അവരെല്ലാം മഹാന്മാരെന്നതിൽ. റസൂലുള്ളാഹിയുടെ കുടുംബമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ കുടുംബത്തെ ആദരിക്കാനും അവരെ സ്നേഹിക്കാനും ഖുർആനിൽ കൽപ്പനയുണ്ട്. അപ്പൊ അവരുടെ വാക്കുകൾക്കും അവരുടെ പ്രവൃത്തികൾക്കൊക്കെ ദീനിൽ വിലയുണ്ട്. അവരും മഅസൂമിയങ്ങളാണ്. കാരണം അല്ലാഹു തആല അവരെ ശുദ്ധീകരിക്കുന്നുണ്ട്, അവരും കൂടി ആയത്തിൽ ഉൾപ്പെട്ടവരാണ്. അപ്പൊ ശുദ്ധീകരിക്കപ്പെട്ട ഒരു വർഗത്തെ കാണണമെങ്കിൽ അവരിലേക്ക് നോക്കണം. അല്ലാഹു തആല അവരങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവരും ജനിച്ച ഉടനെ മൗസൂമിയങ്ങളായിട്ട് അല്ല ജനിക്കുന്നത്, പിന്നീട് മൗസൂമിയങ്ങളായി തീരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. അവരൊക്കെ മൗസൂമിയങ്ങൾ എന്ന് പറയുമ്പോൾ അവരൊക്കെ അല്ലാഹു ശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മൗസൂം എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ കൺസെപ്റ്റുകളിൽ പെട്ടുകൊണ്ട് പല അബദ്ധങ്ങളും വരാതിരിക്കാനാണ്. ഈ ആയത്തിൽ പറയുന്ന വിഷയം അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും അവരെ ശുദ്ധീകരിക്കുന്നത് ഒരു ഘട്ടത്തിലാണ്, ഘട്ടം ഘട്ടമായി ശുദ്ധീകരിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് അല്ലാഹു തആല ഒരു നോട്ടം കൊണ്ട് അവരെ മുഴുവൻ കംപ്ലീറ്റ് മാറ്റിമറിക്കല്ല. അവരിൽ ഘട്ടം ഘട്ടമായി ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അവരെ ചെയ്ത പോലെ തന്നെയാണ് പിൽക്കാലത്തും ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായി കൊണ്ടാണ് ഇത് നടത്തുന്നത്. അപ്പൊ ആരെയാ ശുദ്ധീകരിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ എന്തിനെയാ ശുദ്ധീകരിക്കേണ്ടത്? അവന്റെ ഉള്ളിലിരിക്കുന്ന നഫ്സ്, അതാണ് എന്ത് ശുദ്ധിയല്ലാത്തത്. ആ ശുദ്ധിയല്ലാത്ത നഫ്സിനെ ശുദ്ധീകരിക്കേണ്ടത്. അത് നിൽക്കുന്ന ജിസ്മിനെ ശുദ്ധീകരിക്കണം. അപ്പൊ ജിസ്മിനെയും നഫ്സിനെയും കുറിച്ചാണ് ഈ ഒരു ആയത്തിൽ വിശദീകരിക്കുന്നത്. അതല്ല അതിനുള്ളിലിരിക്കുന്ന റൂഹിനെ കുറിച്ചല്ല. റൂഹ് നേരത്തെ എന്താണ്? ശുദ്ധിയുള്ളതാണ്. അത് അവരെ റൂഹും ശുദ്ധിയുള്ളതാണ്, നിങ്ങളെ റൂഹും. അപ്പോൾ നമ്മളെ റൂഹും ശുദ്ധിയുള്ളതാണ്. റസൂലുള്ളാഹി ചില ഹദീസുകൾ പറയുന്നുണ്ട്, ചില ആളുകളോട് പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ആത്മാവിനെ എന്ത് ചെയ്ത് ശപിക്കരുത്, ആത്മാവ് ചീത്തയായി പോയി എന്നുള്ള രീതിയിൽ പറയരുത്. കാരണം ആത്മാവ് ചീത്തയാവുന്നില്ല. റൂഹ് പാക്കാണ്, റൂഹ് ശുദ്ധിയുള്ളതാണ്, തൊഹൂറാണ്. അത് മാലിന്യ വിമുക്താണ്. മാലിന്യം വരുന്നത് എന്തിനാണ്? നഫ്സിനാണ്. നഫ്സ് എന്ന് പറഞ്ഞത് ഈ ലോകത്ത് പെട്ട ഒരു സാധനമാണ്. ഈ ലോകത്ത് പെട്ട ജിന്നറുത്തിൽപ്പെട്ട ഒരു പിശാചാണ്. അതെല്ലാവരിലും ഉണ്ട്. അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന ആ വീട് അഥവാ ജിസ്മ്, അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. കാരണം ഈ റൂഹിന് വന്ന് കയറാനുള്ള വീടാണ് ഈ ജിസ്മ്. അതിനുള്ളിൽ പാർക്കുന്ന മറ്റൊരു ഐഡന്റിറ്റിയാണ്, മറ്റൊരു വുജൂദാണ് ഈ ഷൈത്താന്. ഇതിനെ രണ്ടിനെ ശുദ്ധീകരിക്കണം. അപ്പോഴാണ് ആ വീട് ക്ലിയർ ആവുള്ളൂ, ക്ലീൻ ആവുന്നുള്ളൂ. അപ്പൊ ഈ റൂഹ് ഈ
ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു വീടാണ് ലഭിക്കുന്നത്. അപ്പൊ അതിനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ലോകത്തേക്ക് വന്ന ഏതൊരാൾക്കും അതിനെ ഫേസ് ചെയ്യണം. കാരണം ഈ ലോകം മുഴുവൻ നാറാണ്, അഥവാ തീയാണ്, നെഗറ്റീവ് എനർജിയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി തട്ടാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും മനുഷ്യനിലുണ്ടാവും, മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കും. അത് ജനിച്ച അന്ന് മുതലേ അവന് ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കും. പക്ഷെ അവൻ അറിയുന്നില്ല, അതിനവന് വിഷമിക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പിന്നീട് നമ്മൾ ഈ നഫ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ തേടുന്നത്, അവരെ കണ്ടുമുട്ടുന്നത്, അവരുടെ കൽപ്പനകൾ ശിരാസ വഹിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കണം. എന്നാൽ അള്ളാഹു തആല സ്വന്തമായിട്ട് അത് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്താണത്. അവരെല്ലാം ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. എല്ലാവരെയും അള്ളാഹു തആല ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദ്ദേശിക്കുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഘട്ടഘട്ടമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നുള്ളത്. അല്ലാതെ അവര് സ്വയം ശുദ്ധിയുള്ളവരല്ല, എന്നാൽ അവര് മഅസൂമികളാണ്. അപ്പൊ മഅസൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതല്ല. പിന്നെ എന്താണ് മഅസൂമിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. തെറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ദീൻ പറയുന്ന തെറ്റുകൾ വൻകുറ്റങ്ങളായിട്ടും ചെറിയ കുറ്റങ്ങളായിട്ടും പറയുന്നുണ്ട്. അത് നമ്മൾ കിതാബിൽ തപ്പി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഏകീകരണ സ്വഭാവമില്ല. അഭിപ്രായങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഡിഫറൻ്റ് ആയ ഹദീസ് റിപ്പോർട്ടുകളുണ്ട്, ഒക്കെ വ്യത്യസ്തമാണ്. നമുക്ക് ഒരിക്കലും അതിനെ ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ സാധിക്കില്ല. പിന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിന്റെ എണ്ണം കൂടി പോവുകയും ചെയ്യും, ഒരുപാട് എണ്ണം. പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ പല രീതിയിലാണ് വന്നിട്ടുള്ളത്. ഈവൻ ഇമാം ഗസാലി റളിയല്ലാഹു തങ്ങൾ ഒരുപാട് സഹാബത്തിന്റെ അഭിപ്രായങ്ങൾ, താബിഈങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് അത് ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലും അവിടെ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും സ്വന്തം ലോജിക്ക് കൊണ്ട് ചിന്തിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാന്നല്ലാതെ അത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ വൻകുറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ അക്കായ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽബിനോട് ബന്ധപ്പെട്ട കുറ്റങ്ങളാണ്. ചെറു കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നഫ്സിനോട് ബന്ധപ്പെട്ട കുറ്റങ്ങളാണ്. നഫ്സ് എല്ലാവരിലുണ്ട്. മനുഷ്യനായി ജനിക്കുന്ന ഓരോരുത്തരിലും അള്ളാഹു വെച്ചു കൊടുക്കുന്ന ഒരു ശൈത്താന്. അതുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങൾ ചെറിയ കുറ്റങ്ങളാണ്. അത് ഒഴിവാക്കാൻ സാധ്യമല്ല. അതെല്ലാ മനുഷ്യനും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പലരെയും പല രീതിയിലായിരിക്കുമെന്ന് മാത്രം. അതിനെ ഘട്ടം ഘട്ടമായി ശുദ്ധീകരിക്കേണ്ടതാണ്. മറ്റേ കുറ്റങ്ങൾ, വൻകുറ്റങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൽബിനോടാണ്. അത് കൽബ് ശുദ്ധിയാവാതെ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. വൻകുറ്റങ്ങളായിട്ട് പറയപ്പെടുന്ന കുറ്റങ്ങൾ അസൂയ, അതേപോലെ തന്നെ അഹങ്കാരം, പൊങ്ങച്ചം, പിശുക്ക്, കാമം മുതലായ കാര്യങ്ങളാണ്. ഇങ്ങനെ പക, പോര് തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങള്, കൽബിയായ കുറ്റങ്ങളുണ്ട്. അത്തരം കുറ്റങ്ങളൊക്കെ വൻകുറ്റങ്ങളാണ്. നഫ്സിയായ കുറ്റങ്ങൾ, അത് ചെറിയ കുറ്റങ്ങൾ ഒക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഈ വൻകുറ്റങ്ങളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം, അതാണ് മഅസൂമിയത്ത് എന്ന് പറയുന്നത്. മഅസൂമിയങ്ങളായ ആളുകളിൽ ഒരിക്കലും വൻകുറ്റങ്ങൾ ഉണ്ടാവില്ല. അഥവാ ഈ പറഞ്ഞ പക, പോര്, അസൂയ, അതേപോലെ അഹങ്കാരം പോലത്തെ രോഗങ്ങൾ അവരിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അസാധ്യമാണത്. മഅസൂമിയമായ ആളുകൾക്ക് ഇത് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. എന്നാൽ നഫ്സ് കൊണ്ടുണ്ടാവുന്ന കുറ്റങ്ങൾ അവരിൽ ഉണ്ടാവാം. ആ കുറ്റങ്ങൾ അവരുണ്ടാവാൻ കാരണം അവർ നഫ്സിരിക്കുന്നുണ്ട്, എല്ലാവരും ഉള്ള പോലെ തന്നെ. എന്നാൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അല്ലാഹു തആല അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ നഫ്സിനെ സ്ഫുടം ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവരെ ചെറിയ കുറ്റങ്ങളും ഇല്ലാതായി പോകും. ചെറിയ കുറ്റങ്ങൾ അവരിൽ കാണുന്ന കാരണം കൊണ്ട് നമ്മൾ എന്താക്കണ്ട, അവരെ മോശക്കാരാക്കണ്ട, അവരെ തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ അവരെ പറ്റി കുറ്റം പറയണ്ട. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈമാന ഊരി പോവുക. കാരണം കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് കാര്യം തെറ്റായ രീതി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈമാൻ പോയി പോകുന്ന അവസ്ഥ കൂടെ ഉണ്ടാവും. അപ്പൊ അമ്പിയാക്കളെ കാര്യങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ, ഔലിയാക്കളെ കാര്യങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ, അതിന്റെയൊക്കെ ബന്ധം ഇത്തരം കാര്യങ്ങളിലേക്കാണ്. അല്ലാതെ കൽബിയായ ഒരു കുറ്റം അവരിലുണ്ടാവില്ല. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ ഔലിയാക്കളും കാര്യമല്ല പറഞ്ഞത്, അഹ്ലു ബൈത്തിൽപ്പെട്ട ചില ഔലിയാക്കൾ. പിന്നെ മഅസൂം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ കാരണം ഇത് അറിയാത്ത പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ച കാരണമാണ്. കാരണം അവര് അള്ളാന്റെ പ്രവാചകന്മാർക്ക്, അതേപോലെ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ അവര് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയുകയും അവരെ ആ ജീവിതത്തിന്റെ ചരിത്രം പഠിക്കുന്ന ഭാഗത്തു നിന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ അവർ മറച്ചു വെക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. കാരണം ചില പോരായ്മകൾ അവർ പോരായ്മയായി മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ച്. കാരണം അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും, അവരെ മഹത്വത്തിന് ഇടിവ് സംഭവിക്കുമോ എന്ന് അവർക്ക് ഭയപ്പെട്ട്. ആ ഭയം അസ്ഥാനത്തുള്ള ഭയമാണ്. കാരണം അതുകൊണ്ട് ഒരു തസ്വൂർ, മനുഷ്യന്റെ ഒരു കൺസെപ്റ്റ് മാറിപ്പോവാണ്. അതാണ് ശരിക്കും ഈമാൻ തകർത്ത് കളയുന്നത്. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ, നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റങ്ങളൊക്കെ സംഭവിച്ചാലും അത് മഅസൂമിയത്തിന് എന്ത് പറ്റിക്കുന്നില്ല, കോട്ടം തട്ടിപ്പിക്കുന്നില്ല.
കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ചെറിയ കുറ്റങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പുറത്തു തരാം എന്ന് വാഗ്ദാനമുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, വൻകുറ്റങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചെറു കുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അത് തൗബക്കേറ്റവും അടുപ്പുള്ള ഭാഗത്തുള്ള സംഭവങ്ങളാണ്, തൗബയുടെ അടുത്ത വിഷയങ്ങളാണ്. വൻകുറ്റങ്ങൾ അങ്ങനെയല്ല. വൻകുറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൻകുറ്റങ്ങളോട് കൂടി നമുക്ക് സ്വർഗപ്രവേശം അസാധ്യമാണ്. വലിയ കുറ്റങ്ങളിൽ ഏറ്റവും വലിയ ഒരു കുറ്റമാണ് അഹങ്കാരം. അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നുള്ളത് ഹദീസിൽ വന്ന കാര്യമാണ്. അണുമണിത്തൂക്കം അഹങ്കാരം കൽബിലുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് വ്യക്തമായൊരു ഹദീസാണ്. അതിന് കാരണം നേരത്തെ പറഞ്ഞതാണ്. അഹങ്കാരം കടുകുമണിയാണെങ്കിലും അത്തരക്കാർക്ക് സ്വർഗപ്രവേശനം അസാധ്യമാണ്. കാരണം വൻകുറ്റങ്ങൾ സ്വർഗപ്രവേശനം തടയും. അതുകൊണ്ട് തന്നെയാണ് ഇബ്ലീസ് എന്നുള്ള പിശാച്, ഷൈത്താന്, അല്ലാഹു തആലയുടെ ശാപത്തിന് ഇരയായത്. എത്രയോ വലിയ ആബിദായിരുന്നു, എത്രയോ വലിയ ഷെയ്ഖായിരുന്നു, മലക്കുകളുടെ നേതാവായിരുന്നു, ഇബാദത്തുകാരനായിരുന്നു. എന്നിട്ടും ഇബ്ലീസിനെ തടഞ്ഞ എന്താണ്? ഈ അഹങ്കാരാണ്. ഒരു അഹങ്കാരം കൊണ്ട് അല്ലാഹു തആല അവനെ ശപിക്കേണ്ടതുണ്ടോ, ഇത്ര വലിയ ശിക്ഷ കൊടുക്കേണ്ടതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഇതാണ്. അഹങ്കാരം കൽബിയായ കുറ്റമാണ്, വൻകുറ്റമാണ്. മറ്റുള്ള കുറ്റങ്ങൾ അങ്ങനെയുള്ള കുറ്റങ്ങളല്ല. ആദം നബി അലൈഹി സ്വലാം കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കുറ്റം എന്തല്ല? കൽബിയായ കുറ്റമല്ല, അത് തൗബക്ക് അടുത്ത കുറ്റമാണ്. അഹങ്കാരം എന്താണ്? കൽബിയായ കുറ്റമാണ്. ഈ കൽബിയായ കുറ്റങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. കൽബിയായ കുറ്റങ്ങൾ മാപ്പില്ലാതിരിക്കാൻ കാരണം അവര് ഒരിക്കലും ഇതില്ലാതായി പോകുന്നില്ല. അത് ഇല്ലാതായി പോകുന്ന ഒരേ അവസ്ഥ മാത്രമേ ഉള്ളൂ. കൽബ് ഓപ്പൺ ആവണം, കൽബ് ഹയാത്താവണം, ഫത്ഹ് ആവണം. ആ സമയത്ത് മാത്രമേ ഇതില്ലാതായി പോകുന്നുള്ളൂ. അല്ലാതെ റൂട്ട് ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഇബ്ലീസിന്റെ ഹക്കീക്കത്ത് എന്താണ്? ഇബ്ലീസിന് കൽബില്ല എന്നുള്ളത് ഹക്കീക്കത്താണ്. കൽബിനോട് ബന്ധപ്പെട്ട പാപങ്ങൾ അവനിൽ ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. കാരണം കൽബ് ഉള്ളവർക്ക്, അത് ഹയാത്തായവർക്ക് അത് ഇല്ലാതായി പോകുള്ളൂ, അല്ലാത്തവർ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പൊ കൽബ് ഹയാത്താവാത്ത ഒരിക്കലും അതിലെന്തോ തോന്നൂല, തൗബ് തോന്നൂല. തൗബ തോന്നണമെങ്കിൽ കൽബുണരണം. കൽബുണർന്ന സംഭവം സംഭവിക്കുന്നേ ഇല്ലല്ലോ. കൽബുണരാതെ നമ്മൾ അഹങ്കാരത്തിന് മാപ്പ് ചോദിച്ചാലും അസൂയക്ക് മാപ്പ് ചോദിച്ചാലും അതിന്റെ കാരണം മാറുന്നില്ല. വീണ്ടും വീണ്ടും അത് വെളിവായി കൊണ്ടിരിക്കും. തൽക്കാലം ഒരു ജൽപ്പന മാത്രമായിരിക്കും. ഹക്കീക്കത്തായിട്ടാണെങ്കിലും അതിന്റെ കാരണം, അതിന്റെ വുജൂദ് ഇല്ലാതായി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് മാപ്പില്ല. എന്നാൽ സ്വർഗപ്രവേശനത്തിന് ഇത് എന്താ ചോദിച്ചിട്ടുണ്ട്? ഷർത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ നാമഹൃദയത്തിൽ പ്രവേശിക്കുക, ഈമാൻ കിട്ടുക, കൽബ് മുനവ്വറാവുക, ഷറഅ് സംഭവിക്കുക. ആ സമയത്ത് മാത്രമാണ് കൽബ് സലീമാവുക എന്ന് പറയുന്നത്. കൽബ് സലീമായാലും സ്വർഗ്ഗം പ്രവേശിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. അതിന്റെ അടുത്തൊരു പര്യായപദമാണ് ഈ വിഷയങ്ങൾ. അത് സംഭവിക്കുന്ന സമയത്ത് ഈ വക കുറ്റങ്ങളെല്ലാം ഇല്ലാതായി പോകും. അതിന് തുടക്കം സംഭവിക്കും, അങ്ങനെ അവസാനം അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നും ഇല്ലാതായി പോകും. ഈ അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിലും സ്വർഗപ്രവേശനം സാധിക്കൂല എന്ന് പറയുമ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ അതില്ലാതാക്കാൻ വേണ്ടി നോക്കും. എന്നാൽ അതില്ലാതാക്കാൻ വേണ്ടി യാതൊരു മാർഗവുമില്ല. കാരണം അതില്ലാതാക്കാൻ ഒരു കാര്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് തജല്ലികളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്കും അള്ളാഹു ഇറക്കി കൊടുക്കുന്ന തജല്ലികൾ. ആ തജല്ലിയുടെ വർഷം ഉണ്ടാവുന്ന സമയത്ത് അവരെ മുമ്പിൽ പോയിരിക്കുക. അതിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഇത് കരിഞ്ഞു പോകുന്നത്, ഇതില്ലാതായി പോകുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും എന്താണ്? അള്ളാഹിന്റെ ഔലിയാക്കളോട് ആശ്രയിക്കപ്പെടേണ്ടതുണ്ട്, ഡിപ്പെൻഡന്റ് ആവേണ്ടതുണ്ട്. അല്ലാതെ സ്വതന്ത്രമായിട്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിത് ഇല്ലാതാക്കാൻ സാധിക്കൂല. അത് 1000 കൊല്ലല്ല, 10,000 കൊല്ലം എത്ര കാലം ഇബാദത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും, ഖുർആൻ ഓതി കഴിഞ്ഞു കഴിഞ്ഞാലും, ഇൽമു പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, ഹജ്ജ് ചെയ്താലും, നോമ്പ് എടുത്താലും, എന്ത് തന്നെ ചെയ്താലും ഇതില്ലാതായി പോകുന്നില്ല. ഇതില്ലാതായി പോകുന്ന ഒരേ ഒരു രീതി എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ എല്ലാ ഔലിയാക്കളും അല്ല ഉദ്ദേശം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉന്നതരായ ഷെയ്ഖന്മാരായി വന്ന കാമിലായ ഷെയ്ഖന്മാർ, അതും തരീഖത്തിന്റെ കാമിലായ മശായിഖന്മാർ. അവരെ മുമ്പിൽ പോയി ഇരുന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? തജല്ലിക്ക് നമുക്ക് അതിന്റെ മുമ്പിൽ സാക്ഷികളാവാൻ സാധിക്കുള്ളൂ. ആ തജല്ലി നമ്മളിലേക്ക് കിട്ടണം. അതിന്റെ പ്രകാശം കൊണ്ട് മാത്രമാണ് ഈ അഹങ്കാരം കരിഞ്ഞു പോവുള്ളൂ, ഈ പറഞ്ഞ വൻകുറ്റങ്ങളെല്ലാം കരിഞ്ഞു പോവുള്ളൂ. അല്ലാതെ ഒരു രീതിയിലും അത് കരിഞ്ഞു പോകില്ല. ഈ ഹക്കീക്കത്ത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം നമ്മുടെ ഇബാദത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അഹങ്കരിക്കും. നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ തെറ്റിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റൊരു ഇബ്ലീസായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാമിലായ മശായിഖന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് ബന്ധപ്പെടാതെ ഒരു ഇബാദത്ത് കൊണ്ടും ഒരു കാര്യമില്ല. കാരണം അവിടെ എത്ര ഇബാദത്ത് ചെയ്താലും നമ്മൾ എന്തില്ല? ഇബാദത്തുകാരനായി മാറും. പക്ഷെ വൻകുറ്റങ്ങൾ പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അതിന്റെ നാർ നമ്മളുണ്ടാവും. അത് കാരണം തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂല. സ്വർഗത്തിലേക്ക് നാളെ പോകുന്ന സമയത്ത് മഹ്ശറയിൽ വെച്ചിട്ട് അള്ളാഹു തആല ചോദ്യം ചെയ്യും, നിങ്ങൾ വലിയ ഇബാദത്തുകാരനാണെന്നുള്ള സമ്മതിക്കും, പക്ഷെ നിങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ട് എന്ന് പറയും. അണുമണിത്തൂക്ക അഹങ്കാരം ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടി അവരെ കയ്യിൽ നിന്നും ഈ ഒരു നസർ, തജല്ലി സ്വീകരിക്കാത്തവരായി.
ഇപ്പൊ നാളെ മാഷറയിൽ ചെന്ന് ചേരുന്ന കൂട്ടക്കാരിൽ പലരിലും സ്വർഗപ്രവേശനം തടയുന്ന ഒരു വിഷയം ഇതാണ്. ഇങ്ങനെ ബാത്തിനായ കുറ്റങ്ങൾ, അതിന് ബാത്തിനായ കുറ്റങ്ങൾ എന്നും പറയും. ബാത്തിനായ കുറ്റങ്ങൾ അല്ലെങ്കിൽ വൻകുറ്റങ്ങൾ അല്ലെങ്കിൽ കൽബിനോട് ബന്ധപ്പെട്ട കുറ്റങ്ങൾ, അതും പേറിക്കൊണ്ട് ചെല്ലുന്ന സമയത്ത് അതിൽ ഒരാൾ പോലും വിജയിക്കൂല, മുന്നോട്ട് പോകാൻ സാധിക്കൂല. കാരണം അല്ലാഹു തആല തടയും അവരെ. ചെറുകുറ്റങ്ങളാണെങ്കിൽ അത് പുറത്തു കൊടുക്കും, പക്ഷെ വൻകുറ്റങ്ങൾ ഇങ്ങനെ കിടക്കും. പിന്നെ അവർക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു തസവൂർ എന്താണ്, രീതി എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകന്മാര് അല്ലെങ്കിൽ ഉന്നതരായ മശായിഖുമാര്, അധികാരമുള്ളവർ മാത്രം അവർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. ഷഫാഅത്തോടു കൂടി അവർക്ക് പോകാൻ പറ്റും. അപ്പോഴും ഷഫാഅത്ത് എങ്ങനെ ചെയ്യുന്നത്? അവര് ആ അഹങ്കാരം, അണുമണിത്തൂക്കമായ അഹങ്കാരം അവിടെ വെച്ച് ഇല്ലാതാക്കും അവരെ നോട്ടം കൊണ്ട്. അങ്ങനെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവിടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോഴും ആ ഷർത്ത് പാലിക്കണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളെ ഹഖീഖത്ത് ഇതാണ്. ഈ വിഷയം അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് അവർക്ക് ഈ പ്രവേശനം സാധിച്ചത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.